വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിയാസ് ലച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെസ്റ്റോയിലൊന്നും പോയിട്ടില്ല, കാരണം കുറച്ച് ദൂരമല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള MGM മാളിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ നമുക്ക് ഇത് കുട കിട്ടി. ഇത് എനിക്ക് വാങ്ങിയൊരു കുടയായിരുന്നു കേട്ടോ, ഒരു ബ്ലാക്ക് സാധാ ഒരു കുടയാണ്. പിന്നെ ലച്ചുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു പിങ്ക് ആയിരുന്നു. അത് എത്തിക്കാൻ പറ്റും, കണ്ടോ അത് നിൽക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കുടമാണ്. ഇത് ലച്ചുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവളുടെ നിർബന്ധം കൊണ്ട് വാങ്ങിയതാണ്. അത്ര നിർബന്ധിച്ചിരുന്നു. പിന്നെ അച്ഛൻ മാവൻ ലച്ചിട്ട് വാങ്ങിക്കൊടുത്താണ്. പിന്നെ എന്താണ്, കൂപ്പൺ. ഇത് കൂപ്പണാണ്. നമുക്ക് എന്താണ് സ്കൂൾ ഐറ്റംസ് എല്ലാം നമ്മൾ 1000-ന് മേലെ പർച്ചേസ് ചെയ്തുകൊണ്ട് വേറെ കൂപ്പൺ, ഇതല്ല വേറെ കൂപ്പൺ കിട്ടിയിരുന്നു. അത് എന്നിട്ട് നമുക്ക് ഒരു ഇത് നറുക്ക് പോലെ എടുത്തിട്ട് അതിനെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനമാണോ ഓഫർ കിട്ടാൻ നോക്കും. അങ്ങനെ 5% നമുക്ക് കിട്ടിയത്. അപ്പോൾ 50 രൂപ തിരിച്ചു വന്നു. ഇത് വേറെയാണ് സാധനങ്ങൾ. വേറെ എന്ത് സാധനങ്ങൾ വാങ്ങിയാലും 1000-ന് മേലെ ഉണ്ടെങ്കിൽ ഇത് കിട്ടും. ഇതിൽ നമ്മൾ പേര് എഴുതിയിടുക, എന്തെങ്കിലും നറുക്കെടുക്കുന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇത് അതേപോലെ അവിടെ നിന്ന് കിട്ടിയതാട്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഇമോജി സ്റ്റിക്കേഴ്സ് ആയിരുന്നു. കണ്ടോ, ലച്ചിന് പറ്റി നല്ലൊരു. ഓക്കെ, പിന്നെ ഉള്ളത് 2 ചട്ടയാണ്. ബുക്കിനൊക്കെ നമുക്ക് കവർ ചെയ്യാനുള്ള ചട്ടകളാണ്. നമ്മളിത് ഇങ്ങനത്തെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിച്ചൊരു ഇങ്ങനത്തെ ഒരു പേനയുണ്ട് ഗൈസ്. അയ്യോ, പേനയാണ്. മൂടിയൊക്കെ ഉണ്ട് ഗൈസ്, ഇവിടെ ഒരു മൂടിയും കൂടി ഉണ്ട് കേട്ടോ. ഗൈസ്, ഇത് ഈ ഒരു വെള്ള സാധനത്തിൻ്റെ ഉള്ളിപ്പുറം ഒക്കെ നമുക്ക് തോനെ മൃഗങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം ജസ്റ്റ്. ഇല്ല ഗൈസ്, അതോ കണ്ടില്ലേ നിങ്ങൾ? ഓ ഗൈസ്, കണ്ടു. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റാൻ കഴിയും കേട്ടോ. നോക്കാം, മാറ്റാനൊന്നും കഴിയില്ല ഗൈസ്. അതൊരു പേനയാണ്. അടുത്ത ഉണ്ടായിരുന്നത് എന്താ, ഇതാണ് ഞാൻ ഏറ്റവും നല്ല സന്തോഷത്തോടെ വാങ്ങിയ സാധനം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സാണ്. ഇത് ലച്ചുവിൻ്റെയാണ്. കണ്ടോ, നല്ല അടിപൊളി ഗ്ലാസ്സാണ്. ഗ്ലാസ് അല്ല, കപ്പാണ്. ഇത് മൂടിയൊക്കെ ഉള്ള ഒരു കപ്പാണ്. എന്താണത് ഞാൻ ഇഷ്ടപ്പെട്ടു, കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങുന്ന ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് വാങ്ങിയാണ്. പിന്നെ ഇക്ക അതിൻ്റെ ബ്ലൂ ആയിരുന്നു. ഇത് ലച്ചുവിൻ്റെയാണ്. ഇക്ക അതിൻ്റെ ബ്ലൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇക്ക അതിൻ്റെ ബ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, ഞാൻ നിങ്ങളെ ഫോട്ടോ എടുക്കട്ടോ. ഇത് ലച്ചുവിന് കറിപ്പാത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇത് കൂട്ടാനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന, കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വേണ്ടിയിട്ട് പേനകൾ വാങ്ങിയത്, സെറ്റ് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങണ്ടല്ലോ, അപ്പം അങ്ങനെ ഉണ്ട്, സെറ്റാക്കി വാങ്ങി. ഇത് എൻ്റെ ബോക്സ് ആണ്. ഞാൻ പിന്നെ 2ാം ക്ലാസ് എത്തിക്കൊണ്ട് ഈ ഒരു ബോക്സ് വാങ്ങിയതാണ്. അപ്പോൾ എന്താ, ലച്ചുവിന് ബോക്സ് ഉണ്ട്. ചെറിയ ബോക്സാണ്, കാരണം ഇപ്പം തന്നെ ഒരു പെൻസിൽ, പേന അങ്ങനെയൊക്കെ വെക്കാനുള്ളൂ. ഇതിൻ്റെ സ്കെയിലാണ് ഗൈസ്. എൻ്റെ സ്കെയിൽ ആ പൊട്ടിച്ചിപ്പ് കാണിച്ചത് അപ്പോൾ പോകുന്നു. ഇത് എൻ്റെ അത് നിർത്താൻ പറ്റൂലേ? നിർത്താൻ പറ്റും. ഇപ്പോഴത്തെ വേറൊരു എനിക്കുണ്ട് ഗൈസ്, എല്ലാം ഇഷ്ടമായി. ഞാനൊരു എൻ്റെ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലാവുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു ഇതേപോലത്തെ ഒരു സ്കെയിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതിക്ക് വാങ്ങിച്ചു തരുമോ, എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഇത് കൊണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാമെന്നുകൊണ്ട് അച്ഛൻ വാങ്ങിച്ചു തന്നാണ്. ചെറിയൊരു ഡാമേജ് എന്റെ പൊട്ടിയിട്ടില്ല. എന്തോ പൊട്ടിക്കണേ? ഡാമേജ് തന്നെ അല്ലേ? ഡാമേജ് അല്ല, അതോടെ ശരിയാണ്. പിന്നെ ഒരു സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്, എനിക്ക് ജോമെട്രിക്കൽ ബോക്സ് വേണമെന്നുണ്ടായിരുന്നു, അപ്പം അത് വാങ്ങിയിട്ടുണ്ട്. ഇത് മിന്നുവിന്റെ കൂട്ടാൻ പാത്രമല്ല, ഇത് എന്താ, എനിക്ക് കൊണ്ടുപോകാനുള്ള കറിപ്പാത്രമാണ്. അവിടെ നിൽക്കുന്നത് കാണിച്ചു. ഇത് എന്താണ്, എനിക്ക് ജോമെട്രിക്കൽ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു 10 രൂപയേ ഉള്ളൂ. 5 ഡബ്ബേഴ്സ് ഉണ്ട്. ഡബ്ബേഴ്സ് അല്ല, ഡബ്ബർ കിട്ടുന്നില്ല. ഇതുണ്ടോ, അങ്ങനെ കുറേ പൂക്കളിൻ്റെയാണ്. ഇത് ഒരു പെൻസിലിന്റെ പെട്ടി
പെട്ടി വാങ്ങിയാണ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങണ്ടല്ലോ വെച്ചിട്ട്. ഇത് പെൻസിൽ നടരാജില്ലേ അതിൻ്റെതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ലച്ചിന് എപ്പോഴും പെൻസിലേ പറ്റുള്ളൂ, പേനല്ലല്ലോ അവർക്ക്. അപ്പോൾ പെൻസിൽ നല്ല ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഒരു കട്ടർ ഉണ്ട്, കണ്ടല്ലോ ലവ് ഷേപ്പ് ഇത് കുളിപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെ തുറക്കാൻ കഴിയും തോന്നുന്നു. ഇവിടെ ടാപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇതാക്കാൻ പറയട്ടെ. ഇതൊരു സ്റ്റിക്ക് ഗ്ലൂ ആണ്. ഇതന്നെ കണ്ടോ, നല്ല ഒട്ടും എനിക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ അതാണ് ഞാൻ വാങ്ങിയത്. സ്റ്റിക്ക് ഗ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗ്ലൂ സ്റ്റിക്ക്. സോറി ഗൈസ്. പിന്നെ സാധാ ആയിട്ടുള്ള ഒരു കട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂൾ തുറന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു കോട്ടൻ ക്യാൻഡി ലച്ചു പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ബിസ്ക്കറ്റിന്റെ ഞാൻ ഓക്കെ, അത് ബിസ്ക്കറ്റ് ഗുഡൻ്റെ ആണ്. നമ്മൾ ഐഡാൻസിറ്റില്ല അതേപോലെ അത് അമ്മ പറഞ്ഞിട്ട് തേങ്ങേൻ്റെ എന്തോ ഒരു മിഠായി ആണെന്നാണ്. അമ്മ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ പണ്ട് തിന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വാങ്ങിയ ഒരു കൺമഷിയാണ്. എനിക്ക് കണ്ണൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനൊരു കൺമഷി വാങ്ങി. പക്ഷേ ഈ കണ്ണമ്മ കുരുള്ളതുകൊണ്ട് അലിനറൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റില്ല. ബണ്ണാണ് ഇവിടെ ഭയങ്കര ഒരു ബണ്ണൊരു സ്ഥലത്തെ പിറ്റേ ദിവസത്തിൽ കാണാൻ. ഇത് മിന്നുവിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് വാങ്ങിയാണ്. അവർക്ക് കോട്ടൺ ക്യാൻഡി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഈ കോട്ടൺ ക്യാൻഡി ചോയ്സ് ഇഷ്ടമില്ല, കാരണം അതും പിസ്തയാണ് ഈ സാധനം വാങ്ങിച്ചത്. അതൊക്കെ എൻ്റെ കുട്ടിയാണ് ഓടിച്ചത്. പിന്നെ എനിക്ക് എന്താണ് ഫ്രൂട്ട്സ് ആൻഡ് നെറ്റ് എന്നുള്ള ഇത് ഫ്രൂട്ട്സ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇതിൻ്റെ വാങ്ങിയതാണ്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. ഡയറി മിൽക്കിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കുള്ള ഒരു കുപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ അവിടെ തന്നെ വാങ്ങിയതാണ്. ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഗൈസ്, അരിപ്പയാണ്. കിണറ് പോലെ ഇരിക്കുന്നു. അത് വേണമെങ്കിലേ അതിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മളെ ജീരകമോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നവരുണ്ടാവില്ലേ പൊടി, അതൊക്കെ ഇതിൽ തങ്ങിക്കണവും. അപ്പോൾ എന്താണ് ഇത്